അതെ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ബാങ്ക് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ബാങ്ക് അധികൃതരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് കൂടി നമുക്കിപ്പോൾ സംശയമുണ്ട്. ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നതാണ്. രണ്ട് തരത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ഉണ്ട്, അല്ലാതെ മരിച്ചുപോയവരുടെയും ഉണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ആണെങ്കിൽ അവർക്ക് ചെറിയൊരു തുക നൽകി അതിൻ്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുകയാണ് പതിവ്. അതായത് അവരുടെ ATM കാർഡും ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡും ലോഗിനും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയാത്ത രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി വിത്ഡ്രോ ചെയ്യുകയാണ് ഒരു പരിപാടി. സെല്ല് ചെയ്യുന്നതിന് സമാനമാണ്, പക്ഷെ അതിപ്പോ ഒരു ക്രൈമാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഈ ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ പ്രതിയാക്കാൻ കോ-അക്യൂസ്ഡ് ആക്കാൻ ചാൻസ് കുറവാണത്. അതെ, എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും UP-യിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗ്യാങ്സ് ഇതിൻ്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മെത്തേഡ് സെയിം ആണെന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് ഇവിടെ വിക്ടിംസ് എല്ലാം മലയാളികളാണ്, പ്രതികൾ വളരെ കുറവാണ്. മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. റാൻഡമാണ്, മിക്ക കോൾസും റാൻഡമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ